വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 32 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? സിംപ്ലിഫൈ ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 - x. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 - റൂട്ട് ഓഫ് 1 - x ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളതിനെ തീറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂ ഒക്കെ കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 - x. സോറി, സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 - x. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 - x ഇല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? തീറ്റ എന്ന് കിട്ടും. അപ്പോൾ സൈൻ തീറ്റ തീറ്റ അല്ല, സൈൻ ഇൻവേഴ്സിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ സൈൻ എന്ന് കിട്ടും, സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x എന്ന് കിട്ടി. ദെൻ സൈൻ തീറ്റയുടെ വാല്യൂ കിട്ടി. ദെൻ നമുക്ക് കോസ് തീറ്റയും കൂടെ കാണാം. അതായത് ടാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ ടാൻ ഓഫ് ഇതിന് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എന്നുള്ള ഫോമിലാണ് കിട്ടുക. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോസ് തീറ്റയും കൂടെ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം അറിയാലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. അതിന്ന് കോസ് സ്ക്വയർ തീറ്റേൻ്റെ വാല്യൂ കിട്ടും, അതിന് കോസ് തീറ്റേൻ്റെ വാല്യൂ കിട്ടും. കോസ് സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ തീറ്റ. അതിന്ന് കോസ് തീറ്റ എന്ത് കിട്ടും? ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് ഈക്വലിൻ്റെ പുറത്തോട്ട് എടുക്കുമ്പോൾ റൂട്ട് വരും അല്ലേ. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ ഇവിടെ പോയി കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. കോസ് തീറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 - സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 - x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? 1 - റൂട്ട് ഓഫ് 1 - x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സൈൻ തീറ്റയ്ക്ക് ഇത് സൈൻ തീറ്റ, അപ്പോൾ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? റൂട്ട് ഓഫ് 1 - x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഈ സ്ക്വയർ റൂട്ടും സ്ക്വയറും വരുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്ത് വരും? 1 - x എന്ന് വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 - x എന്ന് കിട്ടും. ദെൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ രണ്ട് ബ്രാക്കറ്റ് പോകുമ്പോൾ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 1 - 1 + x. 1 - 1 + x. ഈ മൈനസ് ഇവിടെ മൈനസ് ഇല്ലേ, ഇതെന്താവും? ഇവിടെ -1 ആവും. ഈ മൈനസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത് എന്ത് വരും? ഇത് പ്ലസ് ആവും. അപ്പോൾ 1 - 1 + x എന്ന് കിട്ടും. 1 - 1 0. എന്ത് ബാക്കി ഉണ്ടാവുള്ളൂ? റൂട്ട് എക്സിൻ്റെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ കോസ് തീറ്റേൻ്റെ വാല്യൂ എന്ത് കിട്ടി? റൂട്ട് എക്സ് എന്ന് കിട്ടി. സൈൻ തീറ്റേൻ്റെ വാല്യൂ റൂട്ട് 1 - x എന്നും കിട്ടി. സോ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സൈൻ ഓഫ് ഇതിപ്പോൾ എന്താണ്? ടാൻ ഓഫ് തീറ്റ എന്നുള്ള ഫോമിലായിരിക്കും കിടക്കുക. അപ്പോൾ ടാൻ ഓഫ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് 1 - x, കോസ് തീറ്റ റൂട്ട് എക്സ്. അപ്പോൾ നമുക്ക് ഒറ്റ റൂട്ടാക്കിയിട്ട് എഴുതാം. റൂട്ട് ഓഫ് 1 - x ബൈ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വാല്യൂ കിട്ടുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതുമ്പോൾ തീറ്റയ്ക്ക് ഈ വാല്യൂ കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 - x കൊടുത്തിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും? ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 - x ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ കിട്ടുക. ആദ്യം എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിന് തീറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുക. ദെൻ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? സൈൻ തീറ്റേൻ്റെ വാല്യൂ കിട്ടി. സൈൻ ഇൻവേഴ്സിനെ ഇക്വലിൻ്റെ പുറത്ത് എടുക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോസ് തീറ്റയും കൂടെ കാണണം. കോസ് തീറ്റ കിട്ടിയിട്ട് ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതിൽ സൈൻ തീറ്റേനെയും കോസ് തീറ്റേൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് തീറ്റേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതാം. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 mod x - 3 divided by x - 3
or evaluate limit x tends to 0 sin 3x by x. ഇത് രണ്ടും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മോഡ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കാണണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം അല്ലേ? ആർ എച്ച് എല്ലും കാണണം, എൽ എച്ച് എല്ലും കാണണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ആർ എച്ച് എൽ ആണ് കാണുന്നത്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതാണ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എടുത്തിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ എ പ്ലസും, അതായത് എക്സ് ടെൻസ് ടു എ എന്നാണ് നമ്മൾ ജനറൽ ഫോമിൽ പറയാം അല്ലേ? എക്സ് ടെൻസ് ടു എ. അപ്പോൾ ആർ എച്ച് എൽ ആണെങ്കിൽ എ പ്ലസും എൽ എച്ച് എൽ ആണെങ്കിൽ എ മൈനസും ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് മോഡ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ആർ എച്ച് എൽ കാണുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് എന്ന് എടുക്കണം. ഓക്കെ, എ പ്ലസ് എച്ച്. അപ്പോൾ ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? എച്ചിൻ്റെ ടേമിലേക്ക് പോകും. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 പ്ലസ് എച്ച്, അതായത് എ എന്ന് പറയുന്നത് അവിടെ എന്താണ്? 3 ആണ്. എ എന്ന് പറയുന്നത് എ പ്ലസ് ഈക്വൽ ടു 3. അപ്പോൾ എ ഈക്വൽ ടു 3. എ പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 3 പ്ലസ് എച്ച് മൈനസ് 3, എക്സിന് പകരം എ പ്ലസ് എച്ച്. അപ്പോൾ 3 പ്ലസ് എച്ച് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എന്താവും? 3 പ്ലസ് എച്ച് മൈനസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്ത് വരും? 3 പ്ലസ് എച്ച് മൈനസ് 3 എന്ന് കിട്ടും. 3 മൈനസ് 3 0. ഇവിടെ അതുപോലെ തന്നെ 3 പ്ലസ് എച്ച് മൈനസ് 3, 3 മൈനസ് 3 0 കിട്ടും. ബാക്കി എന്തുണ്ടാവും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മോഡ് എച്ച് ബൈ എച്ച്. ഓക്കെ, മോഡ് എച്ച് ബൈ എച്ച് വരുമ്പോൾ ഇത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമുക്ക് എച്ച് ബൈ എച്ച് തന്നെ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച്. എച്ച് ബൈ എച്ച് എന്ത് വരും? 1 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇനി നമുക്ക് കാണാനുള്ളത് ആർ എച്ച് എൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എൽ എച്ച് എൽ കാണാം. എൽ എച്ച് എൽ കാണുമ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എച്ച് എന്ന് എടുക്കണം. ഓക്കെ, എ മൈനസ് എച്ച്, അതായത് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 തന്നെ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സിന് പകരം എ പ്ലസ് എച്ച് എന്നാണ് നമ്മൾ നേരത്തെ എടുത്തതെങ്കിൽ ഇവിടെ എ മൈനസ് എച്ച് എന്ന് എടുക്കണം. അപ്പോൾ 3 മൈനസ് എച്ച് മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 മൈനസ് എച്ച് മൈനസ് 3. ഇവിടെ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 മൈനസ് എച്ച് മൈനസ് 3, 3 മൈനസ് 3 0 കിട്ടും. ഇവിടെ അതുപോലെ തന്നെ 3 മൈനസ് എച്ച് മൈനസ് 3 0 കിട്ടും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് മോഡ് മൈനസ് എച്ച് ആണ്. മോഡ് മൈനസ് എച്ച് ഇടുന്ന എന്തിനാണ്? ഇപ്പോൾ എല്ലാ വാല്യൂസും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അപ്പം മോഡ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എന്ന് കിട്ടും. മൈനസ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ മൈനസ് എച്ച് മോഡ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ മൈനസ് എച്ച്. അതായത് ഈ മോഡ് മൈനസ് എച്ച് എന്താവും? എച്ച് എന്ന് കിട്ടും. ഈ മൈനസ് എച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ എച്ച് ബൈ മൈനസ് എച്ച് മൈനസ് 1 എന്ന് വരും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1. അപ്പോൾ നമ്മൾ എൽ എച്ച് എൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? ആർ എച്ച് എൽ 1ഉം എൽ എച്ച് എൽ മൈനസ് 1ഉം ആണ്. ഈക്വൽ ആണോ? അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. എൽ എച്ച് എൽ നമുക്ക് -1ഉം ആർ എച്ച് എൽ 1ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നോട്ട് ഈക്വൽ ആണ്. സോ എന്താണ്? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ്? ഫ്രം 1 and 3 and 4, ഇവിടെ നമ്മൾ ഇക്വേഷൻ 3 ഇവിടെ 4 എടുത്തിട്ടുണ്ട്. ഫ്രം 3 and 4 ലിമിറ്റ്, ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഞാൻ ടെക്സ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടായിപ്പോയതാണ്. ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഇക്വേഷൻ നമ്പർ 1 and ഇക്വേഷൻ നമ്പർ 2 we get limit x tends to 3 plus mod x minus 3 divided by x minus 3 not equal to limit x tends to 3 minus mod x minus 3 by x minus 3. അതായത് LHL not equal to RHL. So limit does not exist.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവാലുവേറ്റ് ചെയ്യാനായിരുന്നു. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 sin 3x/x. ഓക്കെ, sin 3x/x ഇതിൻ്റെ ലിമിറ്റ് വാല്യൂ കൊടുത്തിട്ട് ചെയ്യാനാണ്. എക്സിസ്റ്റ് ചെയ്യണോ നോക്കണം. അപ്പോൾ നമ്മളിത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 sin 3x/x ഈ ഫോമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 sin x/x എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ഇപ്പോൾ ലൈക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 sin 3x/3x എന്നുള്ള ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഫോമിലാണെന്നുള്ളൂ. 3x/ ഇവിടുത്തതും സെയിം ആയിരിക്കണം. 3x/3x അല്ലെങ്കിൽ 2x/2x അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് വരിക? 1 ആയിരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? 3x/x ആണ് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സിനെ 3 ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യാം. 3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × sin 3x എന്ന് കിട്ടും. അതുപോലെ തന്നെ x × 3 3x എന്ന് കിട്ടും. ഇപ്പം ഇതെന്തായി? അതെന്തായി? sin 3x/3x ആയി. അതായത് ഈ ഫോമിലായി. sin x/x എന്നുള്ള ഫോമിലായി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 sin 3x/3x × 3 എന്നായി. ദെൻ ഈ 3 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. അപ്പോൾ 3 × ലിമിറ്റ് 3x ടെൻസ് ടു 0. ഇവിടെ x ടെൻസ് ടു 0 ആയിരുന്നു. അപ്പോൾ ഇവിടെ 3x ആയപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് മാറ്റി. 3x ടെൻസ് ടു 0 sin 3x/3x. അതായത് x ടെൻസ് ടു 0 ദെൻ 3x ആകുമ്പോൾ എന്ത് വരും? 3x ടെൻസ് ടു 0 വരും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? 1 ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 1 ആണല്ലേ. അപ്പോൾ 3 × 1 കിട്ടി. 3 × 1 = 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x ടെൻസ് ടു 0 sin 3x/x = 3 എന്ന് എഴുതാം. അതിൻ്റെ വാല്യൂ 3 ആയിരിക്കും. 3 ആണ്. ഇത് രണ്ടും ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലും ഓർ പാർട്ട് വരുന്നുണ്ട്. ഡെറിവേറ്റീവ് കാണാനാണ്. If y is equal to x plus 1/x minus 1 where x not equal to 1, find d square y by dx square. ഇതും എന്താണ്? ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. രണ്ടും നമ്മൾ ടെക്സ്റ്റിൽ പ്രാക്ടീസ് പ്രോബ്ലംസിലുള്ളതാണ്. അപ്പോൾ y is equal to, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y is equal to x plus 1/x minus 1 ആണ് നമ്മളെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ല, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനൊന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോഴാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുക. അപ്പോൾ y = x plus 1/x minus 1. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഇത് ഫോമുല കിടക്കുന്നത് ഡിവിഷൻ ഫോർമാറ്റിലല്ലേ? f(x/g(x) എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോമിലാണെങ്കിൽ നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യുക? പ്രൊഡക്റ്റ് റൂളാണോ കോഷ്യൻ്റ് റൂളാണോ യൂസ് ചെയ്യുക? കോഷ്യൻ്റ് റൂളാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോഷ്യൻ്റ് റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. ഇതായിരുന്നു എന്ത്? കോഷ്യൻ്റ് റൂൾ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അപ്പോൾ dy/dx കാണുമ്പോൾ എന്ത് കിട്ടും? x - 1 ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു x plus 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? x plus 1ൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് x plus 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻറ്റു 1 മൈനസ് ന്യൂമറേറ്റർ x plus 1 ഇൻറ്റു x minus 1 എന്താ കിട്ടുക? x minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus 1ൻ്റെ ഡെറിവേറ്റീവ് 1 - 0 അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് x minus 1, x plus 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. x plus 1 മൈനസ് x plus 1 ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ദെൻ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഇൻറ്റു 1 എക്സ് മൈനസ് 1 മൈനസ് എക്സ് പ്ലസ് 1 ആണ് കിട്ടുക. എക്സ് പ്ലസ് 1 ഇൻറ്റു 1 എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1, ഇവിടെ മൈനസ് അല്ലേ വരുന്നത്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ്, ഈ പ്ലസ് മാറിയിട്ട് എന്ത് വരും? മൈനസ് ആവും, മൈനസ് 1 ആവും. അപ്പോൾ എക്സ് മൈനസ് എക്സ് വരും. ദെൻ ബാക്കി ഇവിടെ എന്തുണ്ടാവും? മൈനസ് 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 എന്താണ്? -2 വരും അല്ലേ? -2. അപ്പോൾ ന്യൂമറേറ്ററിൽ പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? -2 മാത്രമേ ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ ഇതാണ് നമ്മൾ dy/dx എന്ന് പറയുന്നത്. ദെൻ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് എന്ത് കിട്ടുക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള d2y/dx² കിട്ടുള്ളൂ. അപ്പോൾ d2y/dx² കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? d/dx ഓഫ്, ഇത് എന്ത് ചെയ്യേണ്ടത്? d/dx ഓഫ് dy/dx. ഇപ്പോഴാണ് എന്താവുള്ളൂ? d2y/dx² ആവുള്ളൂ. അപ്പോൾ d/dx ഓഫ് -2 ബൈ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം? ഈ -2 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ -2 ആദ്യം എടുത്ത് എഴുതി. ഓക്കെ, ദെൻ ഇതിനെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എക്സ് മൈനസ് 1 റൈസ് ടു -2 എന്നാക്കിയിട്ട് എഴുതാം. അതായത് -2 ഇൻറ്റു, ഈ സ്റ്റെപ്പ് ഇതിലില്ല, ഇത് നിങ്ങൾ നോക്കി എഴുതിയെടുത്തോളൂ കേട്ടോ. d/dx ഓഫ് -2 ഇൻറ്റു ഈ 1/x-1 ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? x-1 ഹോൾ സ്ക്വയറിനെ x-1 ഹോൾ റേസ് ടു -2 എന്ന് എഴുതാം. ഇതിനെ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? x-1 ഹോൾ റേസ് ടു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ -2 ഇൻറ്റു x-1 ഹോൾ റേസ് ടു -2. ദെൻ ഇറ്റ് ഇസ് ഈക്വൽ ടു -2 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ടാവും? ഡെറിവേറ്റീവ് ഓഫ്, നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ 2 പുറത്തെടുത്തിട്ട് എഴുതാം. -2 ഇങ്ങനെ കിട്ടി. ദെൻ -2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ബാക്കി d/dx ഓഫ് x-1 ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ x-1 ഹോൾ റേസ് ടു -2നെ എങ്ങനെ ചെയ്യാം? x⁻n ഡെറിവേറ്റീവ് കാണുന്ന പോലെ തന്നെ എടുത്താൽ മതി. ഇതാണ് നമ്മളെ എന്ത്? ഇത് നമ്മൾ x⁻n ആണെന്ന് വിചാരിക്കാം. x-1 ആണ് എന്ത്? x = x-1. x⁻n ഡെറിവേറ്റീവ് എന്താ? n ഇൻറ്റു x⁻n-1. x⁻n ഡെറിവേറ്റീവ് n ഇൻറ്റു x⁻n-1 അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? -2 നമ്മളെ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ടുള്ള -2 ആണ്. -2 ഇൻറ്റു n എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു x എന്ന് പറയുന്നത് എന്താണ്? x-1 ആണ്. ദെൻ n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഇൻറ്റു n-1 എന്ന് പറഞ്ഞാൽ -2 -1 എന്ത് കിട്ടും? which is equal to -2 into -2 into x-1 -2 -1 എന്ത് കിട്ടും? -2 -1 എന്ന് പറഞ്ഞാൽ -3 എന്ന് വരും. -3. ഓക്കെ, ഈ -2 into x-1 ഹോൾ റേസ് ടു -3നെയാണ് പിന്നെ നമ്മൾ എന്താക്കി എഴുതിയിട്ടുള്ളത്? -2 into 1/x-1 ഹോൾ ക്യൂബ് ആക്കി എഴുതിയിട്ടുള്ളത്. ഇവിടെ റേസ് ടു -3നെ ഡിനോമിനേറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ 3 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? d/dx ഓഫ് -2 x-1 ഹോൾ സ്ക്വയർ എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് എഴുതാം. -2 into d/dx ഓഫ് x-1 സ്ക്വയറിന് മേലേക്ക് കൊണ്ടുപോകുമ്പോൾ -2 എന്ന് വരും. ഈക്വൽ ടു -2 ഇൻറ്റു ഈ -2 എഴുതി. നമ്മൾ x⁻n ഡെറിവേറ്റീവ് കാണുന്ന പോലെ തന്നെ n ഇൻറ്റു x⁻n-1. അപ്പോൾ n ഇൻറ്റു x⁻n-1 ഇതാണ് -2 ഇൻറ്റു x-1 ഇൻറ്റു x-1 റേസ് ടു -2 -1 എന്ന്. അപ്പോൾ -2 ഇൻറ്റു x-1 ഹോൾ റേസ് ടു -3. അപ്പോൾ -2 ഇൻറ്റു -2 എന്ത് കിട്ടും?
4 എന്ന് കിട്ടും അല്ലേ. -2 × -2 + 4 എന്ന് കിട്ടി. ദെൻ 1/x-1 ഹോൾ ക്യൂബ് ഇവിടെ എഴുതി. ദർഫോർ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് dx²/dx²ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4/x-1 ഹോൾ ക്യൂബ് ആണ്. ഇത് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ആദ്യം dy/dx കാണാം കോഷ്യൻ റൂൾ വെച്ചിട്ട്, ദെൻ അതിന് കിട്ടിയ വാല്യൂവിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യരുത്, കാരണം ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ വേറെ ഒരു ടേംസും ഇല്ല. അതായത് പ്രൊഡക്റ്റ് ടേം വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു വേരിയബിൾ വേണം. ഇവിടെ പക്ഷെ ഒന്നുമില്ലല്ലോ, 2 കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കല്ലേ. അപ്പോൾ 2നെ പുറത്തെടുത്തിട്ട് ബാക്കി പിന്നെ വേണം x² എന്നുള്ള ഫോമിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് y is equal to 1/x e raised to x, find dy/dx. y is equal to 1/x e raised to x ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ്? 1/x × e raised to x. ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ എഴുതാം? e raised to x/x എന്ന് എഴുതാൻ പറ്റൂലേ? അതായത് e raised to x നെ ന്യൂമറേറ്ററിലേക്ക് ആക്കി എഴുതി e raised to x/x. ഇപ്പോൾ ഇത് എന്ത് ഫോമിലായി? f(x) ഓക്കെ അങ്ങനെ എഴുതണ്ട, സോറി, ഇത് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. 1/x × e raised to x ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ f(x) × g(x) എന്നുള്ള ഫോമിലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അതായിരുന്നു എന്ത്? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? e(x)ന് അങ്ങനെ തന്നെ എടുത്തു, e raised to x-ന് അങ്ങനെ തന്നെ എടുത്തു. d/dx of 1/x കാണണം, പ്ലസ് 1/x × d/dx of e raised to x. അപ്പോൾ ആദ്യം 1/x-ൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 1/x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/x². അതായത് ഈ 1/x-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 1/x-ന് x raised to -1 എന്ന് എഴുതാം. ഓക്കെ, x raised to -1. ദെൻ ഇതിപ്പോൾ എന്താ? x raised to n എന്നുള്ള ഫോമിലായി. ദെൻ d/dx of x raised to -1 is equal to -1 × x raised to -1 -1 × x raised to -2 which is equal to -1/x². ഓക്കെ, -1/x² എന്ന് കിട്ടി. അതാണ് -1/x² e raised to x × e raised to x. ദെൻ 1/x × ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്താണ്? e raised to x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x തന്നെയാണ്. അപ്പോൾ 1/x × e raised to x. സോ ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? രണ്ട് ടേമിലും കോമൺ ആയിട്ട് e raised to x ഉണ്ടല്ലേ. അപ്പോൾ e raised to x നമ്മൾ പുറത്തെടുത്തു. ഇവിടെ വേണമെങ്കിൽ ഈ x², ഇവിടെ ഒരു x × x ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിൽ x കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെയാക്കിയിട്ട് എഴുതാം? x × e raised to x/x² എന്ന് എഴുതിക്കൂടെ? x × e raised to x/x² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി തരാം. ഇതിനെ ഈ ടേമിൽ x/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്താവും? -e raised to x/x² പ്ലസ് x × e raised to x/x² എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഇവിടെ e raised to x ഉണ്ട്, ഇവിടെ e raised to x ഉണ്ട്, ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്. അതിനങ്ങ് പുറത്തെടുക്കാം. e raised to x/x² എന്ന് കിട്ടി. e raised to x/x². ബാക്കി ഇവിടെ എന്തുണ്ടാവും? ഈ -1 ഉണ്ടാവില്ല. ഇവിടെ ഇതിന്ന് e raised to x-ഉം x² പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു -1 ഉണ്ടാവും. -1 പ്ലസ് ഇവിടെ e raised to x-ഉം x² പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തുണ്ടാവുള്ളൂ? ഒരു x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, x. അപ്പോൾ നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എക്സിന് ഇവിടെ എഴുതിയിട്ട് -1നെ പുറത്തോട്ട് എഴുതി. അപ്പോൾ എന്താ കിട്ടുക? e raised to x/x² × x-1. അപ്പോൾ y is equal to 1/x e raised to x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x/x² × x-1 ആണ്.
ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.